വയനാട് ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസം അതിവേഗത്തിൽ പൂർത്തിയാക്കിയ സർക്കാർ നിശ്ചയിച്ചതിലും ഒരാഴ്ച മുൻപേ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 2569 പേരെയും താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് പൊതുജീവിതം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് സർക്കാർ യാത്രയാക്കിയത്. മനു മാടപ്പാട് വയനാട്ടിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ്. അതായത് ദുരന്തമുണ്ടായി ഒരു മാസം കഴിയുന്നതിന് മുൻപ് തന്നെ നിശ്ചയിച്ചതിനും വേഗത്തിൽ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പുകളിലുണ്ടായിരുന്ന 728 കുടുംബങ്ങളിലെ 2569 പേരെയും താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് താമസ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ വാടക വീടുകൾ, സർക്കാർ ക്വാർട്ടേഴ്സുകൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ താൽക്കാലിക താമസ സംവിധാനം എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 30 താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കാനായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനത്തിന്റെ ഫലമായി നിശ്ചയിച്ചതിലും ഒരാഴ്ച മുമ്പ് തന്നെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, പ്രദേശത്തെ സ്കൂളുകൾ, അതായത് മേപ്പാടി സ്കൂളിലേക്കാണ് ചൂരൽമല അടക്കമുള്ള സ്കൂളിലെ കുട്ടികളെ മാറ്റിയിരിക്കുന്നത്. അവിടെ തിങ്കളാഴ്ച ക്ലാസുകൾ തുടങ്ങാനും തീരുമാനമായിരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളൊക്കെ മറ്റ് ഇടങ്ങളിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് മേപ്പാടി സ്കൂളിലേക്ക് വരാൻ പ്രൈവറ്റ് ബസ്സുകളിലും KSRTC ബസ്സുകളിലും പ്രത്യേക പാസ് ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള മെമ്മോറാണ്ടവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 18 തന്നെ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകിയെന്ന് മന്ത്രി കെ രാജൻ ഇന്ന് പറയുകയുണ്ടായി. മെമ്മോറാണ്ടം കൊടുത്തു എന്നുള്ളതാണ്. 18 തീയതി കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. മെമ്മോറാണ്ടം കേരളം ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു. 4 ദിവസം മുമ്പ് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. ആരംഭിച്ച വിധത്തിൽ എല്ലാ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം കേരളം ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേന്ദ്ര സഹായം ലഭിക്കുക എന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അതേസമയം തന്നെ സ്ഥിരമായിട്ടുള്ള പുനരധിവാസ നടപടികളിലേക്കും സർക്കാർ കടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും വേഗത്തിൽ ലോകോത്തര നിലവാരത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ ഉറപ്പു നൽകിയതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജനും അത് പറയുകയുണ്ടായി. ഈ താൽക്കാലിക പുനരധിവാസത്തിന്റെ കാര്യം പറയുമ്പോൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്കും ക്വാർട്ടേഴ്സുകളിലേക്കും ഒക്കെ മാറ്റുന്നവരെ വെറും കൈയോടെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. പകരം അവർക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് സർക്കാർ അവരെ യാത്രയാക്കുന്നത്. അതായത് ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് അടുക്കള സൗകര്യങ്ങൾ, അതായത് ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, 3 മാസത്തേക്കുള്ള ഭക്ഷണ സാധനമുണ്ട്, ഒപ്പം തന്നെ അലമാരികൾ, കസേരകൾ, മേശകൾ, കട്ടിലുകൾ, കിടക്കകളടക്കം അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് അവരെ യാത്രയാക്കുന്നത്. അതുമാത്രമല്ല, ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ യാത്രയാക്കുന്നതോടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അതറിയിക്കാൻ പ്രത്യേക ടോൾ ഫ്രീ നമ്പറുണ്ട്. ഒപ്പം തന്നെ വിവിധ ഉദ്യോഗസ്ഥരെ മേഖല തിരിച്ച് ഈ താമസിക്കുന്ന താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പരാതികൾ പരിഹരിക്കാനായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, വലിയ ദുരന്തം മുന്നിൽ കണ്ട മനുഷ്യരാണ്, അതിനെ അതിജീവിച്ച് വന്നവരാണ്. അവരുടെ മാനസികമായ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് സംഘങ്ങൾ വരെ ഓരോ വീടുകളിലും സന്ദർശനം നടത്തുകയും അവരുടെ കാര്യങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താമസ സൗകര്യം ഒരുക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരും ദിവസങ്ങളിൽ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് താൽക്കാലിക പുനരധിവാസം വളരെ വേഗത്തിൽ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.